ഹലോ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ജെസ്സി സ്പോട്ട്ലൈറ്റ് എന്ന ചാനലിൻ്റെ വളരെ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതിനോടകം വ്യത്യസ്തമായ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രധാനമായിട്ടും ആളുകൾക്ക് അറിയേണ്ടത് ഇപ്പോൾ ഈ ഒരു കാർഡ് ലഭിക്കുമോ, അതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ പുതുക്കാൻ സാധിക്കുമോ, അതുപോലെ ഇപ്പോൾ കയ്യിൽ നിലവിലുള്ള കാർഡ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അതുപോലെ തങ്ങളുടെ എലിജിബിലിറ്റി എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് തുടക്കത്തിലെ ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നിലവിൽ പല ആളുകളുടെ കയ്യിലുമുള്ളത് ഇതുപോലെയുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ്. നമുക്കറിയാം RSBYയുടെ കാർഡാണിത്. ഈ കാർഡ് കൈവശമുള്ള ആളുകളുടെ റേഷൻ കാർഡിലും ആ ഒരു സീല് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് ഉള്ളവർക്ക് നിലവിൽ നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാ ഇൻഷുറൻസും ഇതിൽ കിട്ടും. അത് കാരുണ്യ ഇൻഷുറൻസും അതുപോലെ തന്നെ 5 ലക്ഷം രൂപയുടെ പരിരക്ഷയും എല്ലാം ഉൾപ്പെടുത്തിയാണ് കേരളത്തിൽ ഇൻഷുറൻസ് മേഖലയിൽ എല്ലാ ആനുകൂല്യങ്ങളും സാധാരണക്കാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാർഡ് നിലവിലുള്ള ആളുകൾക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ആനുകൂല്യം ലഭിക്കും. ഈ ഒരു കാർഡ് നമുക്ക് 2019 ഞങ്ങൾക്ക് പുതുക്കിയപ്പോൾ ലഭിച്ച കാർഡാണ്. അതിനുശേഷം ഇതുവരെയും ഈ കാർഡ് പുതുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ വാലിഡ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് വാലിഡാണ്. അന്ന് പേര് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് പഞ്ചായത്തിലും സ്കൂളുകളിലൊക്കെ വെരിഫിക്കേഷൻ വന്ന സമയത്ത് ചെയ്തിരുന്ന ആളുകളുടെ പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഡ് തന്നെയാണ്. ഇതുവരെയും പുതുക്കിയിട്ടില്ല. അതിനുശേഷം 2019 ശേഷം പുതുക്കിയിട്ടില്ല എങ്കിലും ഇപ്പോഴും ഇത് വാലിഡിറ്റി ഉള്ള ഒരു കാർഡ് തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈകളിൽ ഇതുപോലുള്ള കാർഡാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് വാലിഡിറ്റി ഉണ്ട്. ഇനി നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർഡിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ആണോ എന്ന് അറിയാൻ സാധിക്കുന്ന സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഈ കാണുന്ന പോലെ ksha@kerala.gov. എന്ന വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഇത് ഓപ്പണായി വരുമ്പോൾ നമ്മൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ആ പദ്ധതിയെക്കുറിച്ച് നമ്മൾക്ക് വായിക്കാം. ഇതിൽ തന്നെ നമ്മൾക്ക് 5 ലക്ഷം രൂപയുടെ പരിരക്ഷയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പം BIS ബെനിഫിഷ്യറി ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് എഴുതിയേക്കുന്നത് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും ക്യാപ്ച കോഡൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് 3 ഡോട്ടുകൾ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് തന്നെ നമ്മളുടെ മേര PMJY സെലക്ട് ചെയ്യുക. അതായിരിക്കും കൂടുതൽ എളുപ്പം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ മൊബൈൽ നമ്പറും ഇവിടെ ക്യാപ്ച കോഡും കൊടുത്ത് ഗെറ്റ് OTP കൊടുക്കണം. അങ്ങനെ OTP നൽകിയാണ് നമ്മളത് വെരിഫൈ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന്. നമ്മൾ കേരളം ആയതുകൊണ്ട് കേരളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമുക്ക് നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കാർഡ്, നിലവിൽ നമ്മുടെ കാർഡ് കയ്യിലുണ്ട് എങ്കിൽ RSBYയുടെ കാർഡ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ HHD നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഞാനിവിടെ RSBYയുടെ നമ്പർ വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. നമ്മളുടെ കാർഡ്, നിലവിൽ നമ്മുടെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിലാണ് ഇങ്ങനെ നമ്മൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഈ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള കാർഡ് വാലിഡിറ്റി ഉള്ളതാണോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ ആ കാർഡിൽ ആരുടെയൊക്കെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾക്ക് സെർച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ പേര് ഉള്ള ഒരാളാണ് ആ കാർഡിലുള്ളത്. ആ ആളുടെ പേര് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾക്ക് ആൾ ആരാണ് അതിനകത്തൂടെ എന്നുള്ള കാര്യം നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ കാർഡുള്ള ആളുകൾക്ക് ആ നമ്പർ വെച്ചിട്ട് അത് വാലിഡിറ്റി ഉള്ളതാണോ എന്ന് മനസ്സിലാക്കാനും ആ കാർഡിൽ ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും.
ഇനി ഇതിൽ തന്നെ ബൈ നെയിം എന്ന് നമ്മൾ കണ്ടില്ല. പക്ഷേ ആ ബൈ നെയിം നമുക്ക് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ബൈ നെയിം എന്നതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾക്ക് കാർഡ് നിലവിലില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നമ്മളുടെ എലിജിബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയാം. ഈ സഞ്ജീവനി വഴിയൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഡോക്ടറുടെ കൺസൾട്ടേഷനൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ സഹായം നൽകുന്ന ഒന്നാണ് ദിശയിലൂടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അവർ നിവാരണം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കാർഡിനെ കുറിച്ചും ഈ ഒരു ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചും നിങ്ങൾക്കറിയാൻ, നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുണ്ടോ എന്നറിയാനും നിങ്ങളെ ദിശ ഹെൽപ്പ് ചെയ്യും. 1056 എന്നതാണ് ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ. വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റേഷൻ കാർഡ് എടുത്തു വെക്കുക. റേഷൻ കാർഡിൻ്റെ നമ്പർ നൽകി കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകൾ ഈ ഒരു ആരോഗ്യ പരിരക്ഷ ലഭിക്കുമോ, 5 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുമോ, അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ നിങ്ങൾ അംഗമാണോ എന്നുള്ള കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് 1056 എന്ന ദിശയുടെ ടോൾ ഫ്രീ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ റേഷൻ കാർഡ് കരുതാൻ മറക്കരുത്. നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ വെച്ച് അതിൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും, 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുമോ, ആരുടെ എല്ലാം പേരുകൾ അതിലുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. നിലവിൽ കാർഡുള്ള ആളുകൾ അല്ലാതെയും ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായി തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ലഭിക്കുമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു ആവശ്യം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രം മതി. അതെങ്ങനെയാണ് ഹോസ്പിറ്റലുകാർ ചെയ്തു തരുന്നതെല്ലാം വിശദമായ വീഡിയോ തന്നെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അത് കൂടി ഇതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പേര് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെട്ടുവെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യം ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ദയവായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതോടൊപ്പം എടുത്തു പറയട്ടെ, നിലവിൽ ഈ കാർഡ് പുതുക്കുവാനോ പുതിയതിനെ അപേക്ഷിക്കുവാനോ അക്ഷയ വഴിയോ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെയോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ വാട്സാപ്പിലൂടെയും മറ്റും പ്രചരിക്കുന്ന 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ കാർഡ് ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വാർത്ത തികച്ചും തെറ്റാണ്. ഇതിനെപ്പറ്റി വളരെ വിശദമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം, വാട്സാപ്പിലൂടെ വരുന്ന ഇത്തരം വാർത്തകൾ കേട്ടതിന് ശേഷം ആരും അക്ഷയ സെൻറ്ററിൽ ചെന്നാൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നൽകുകയില്ല എന്ന് ഓർക്കുക. അവസരം വരുമ്പോൾ നമ്മൾ വീഡിയോയിലൂടെ തന്നെ അറിയിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.